ആലകൾ തീർത്തുകൊണ്ട് സുരാജ് വെഞ്ഞാറമൂടും സംഘവും അവതരിപ്പിക്കുന്ന കോമഡി സ്കിറ്റ്. വെള്ളമടിച്ച ബാക്കിയുള്ളവരെ മെനക്കെടുത്താൻ വേണ്ടി ഓരോന്ന് ഇറങ്ങിക്കോളും. പോടാ പോടാ പോടാടേ പോടാ ഇറങ്ങി പോടാടേ പോടാ. എടാ പോടാ, ഞാൻ അങ്ങോട്ടൊന്ന് അടികൊണ്ട് എത്തൂ, നീ പോടാ. ധൈര്യം ഉണ്ടെങ്കിൽ നീ വെളിക്കിറങ്ങണ. ഞാൻ വെളിക്കിറങ്ങിയാ നീ വെള്ളം കൊണ്ടുവരൂ. എന്തോ ഇടിച്ച് നിന്റെ കൂമ്പ് കലക്കടാ ഞാൻ. എടാ കൂമ്പിന് വാട്ട നീ എല്ലാം ഇവിടെ ഒരുത്തൻ വിചാരിച്ചാലും സഹായിക്കില്ല. അതെന്താ നേരത്തെ പിള്ളേർ ഇടിച്ച് വാട്ടി. എടാ ഇതേ സച്ചി നിന്നെ അറിയാൻ പാടില്ല എന്നിട്ടാ. ഞാൻ ആരെന്ന് നിനക്കറിയോ? ശാരദ സച്ചി. അതുകൊള്ള ഈ പാൽപ്പായസമൊക്കെ റോഡിന്റെ സൈഡിലാ കൊണ്ടുപോകും. പിന്നെ ഉത്തരവാദിത്തങ്ങളില്ലേടാ. എന്തുട്ട ഈ വാരി കഴിച്ചേ? പാൽപ്പായസോടെ വേണമെങ്കിൽ എടുത്ത് കുടിക്കടാ. പാൽപ്പായസം ഒന്നല്ല, ആരോ കുടിച്ച് വാള് വെച്ചാ. അയ്യേ ഇപ്പൊ എന്തിനാ ചാടിയേ? ഇപ്പൊ ചവിട്ടി തന്നെ. ആകെ പ്രശ്നമാണല്ലോ ചേട്ടന്റെ കാര്യം. എന്താ ഇന്നലെ എന്തുട്ടാ വീട്ടിൽ അവിടെ ആകെ തിക്കും തിരക്കും ബഹളമൊക്കെ, പോലീസൊക്കെ വന്നില്ല. എന്താ കേസ് എന്തുട്ടാ? പറഞ്ഞില്ലേ നീ എന്തോ എന്നെ എടുത്തങ്ങ് ഉടുക്കൂ. അതല്ല, എന്താ പ്രശ്നം എന്നറിയാൻ വേണ്ടി. ചേട്ടന്റെ വീട്ടിലെ പ്രശ്നം എന്തായിരുന്നു? ഞാൻ വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോ എന്റെ ഭാര്യ ആ പഞ്ചായത്തിലെ വേറെത്തുന്നായിട്ടിരുന്ന് സൊള്ളണ്. സൈക്കോ. അപ്പഴത്തിന് ഞാൻ കറിക്കരിയുന്ന അർപ്പത്തി എടുത്തുകൊണ്ടുവന്ന് അവളെ വെട്ടി. ചേട്ടന്റെ ഭാര്യനെ ചേട്ടൻ വെട്ടി? പിന്നെ ഞാൻ കൊടുത്തു. വേറൊരുത്തൻ ചേട്ടന്റെ വീട്ടിലേക്ക് പാത്തും പതിയും വന്നില്ലേ, അവനല്ലേ വെട്ടണ്ടായിരുന്നു. അപ്പൊ ആ പ്രശ്നം അവിടെ വെച്ച് തീരില്ലേ? എന്റെ പൊന്നോനെ, അവനെ വെട്ടാനാണെങ്കിൽ ഈ പഞ്ചായത്തിലെ കംപ്ലീറ്റ് പയ്യന്മാരെ ഞാൻ വെട്ടണം. അതിനേക്കാളും ഒറ്റ വെട്ടിന് അവളെ കഥ കഴിച്ചു. ചോദിക്കാനും പറയാനും ആരില്ലാത്ത അവസ്ഥ ഉണ്ടത്. അല്ല പറ്റ ചോദിക്കട്ടെ, ഈ കള്ളും കുടിച്ച് ചേട്ടൻ വീട്ടിൽ ചെല്ലുമ്പോ ആരും ചോദിക്കില്ലേ? ചോദിച്ചാലും കൊടുക്കില്ല. വേണമെങ്കിൽ വാങ്ങിച്ചടിക്കണം. അധ്വാനിച്ചുള്ള പൈസ. പല്ല് കടിക്കുന്നത് പല്ല് ചലിക്കുന്നു. പൊന്നോനെ, നീ ഇങ്ങോട്ട് വിടാൻ പറഞ്ഞ. അല്ല, ഇതിങ്ങനെ കഴിക്കണ നേരം ഞാൻ പറയട്ടെ, വല്ല ഹോർലിക്സാ ബൂസ്റ്റോ ഒക്കെ മേടിച്ചു കഴിച്ചാ ശരീരത്തിൽ പിടിക്കില്ലേ? ശരീരത്ത് കുടിക്കും, പക്ഷെ തലയ്ക്ക് കുടിക്കൂലല്ലോ. അതിന് നീ വേറെ സാധനം കൊണ്ടുവരുമോ? അതല്ല ചേട്ടാ, ഈ ചാരായം മേടിച്ച് കഴിക്കണതിന് പകരം നല്ല ഫ്രൂട്ട്സ്, നല്ല പഴവർഗ്ഗങ്ങൾ കഴിച്ചൂടെ? വിറ്റാമിൻ ഇല്ലേ? പൊന്നോനെ, ഈ ഓറഞ്ച് കഴിക്കുന്ന കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല. ഈ ഓപ്പിൾ കഴിക്കുന്ന കുഴപ്പമുണ്ടോ? ആപ്പിളല്ലേ കഴിക്കേണ്ടത്. കുഴപ്പമില്ല. ഇല്ല. ഈ മുന്തിരിങ്ങ കഴിക്കുന്ന കുഴപ്പമുണ്ടോ? മുന്തിരിങ്ങ കഴിക്കണല്ലോ, ആവശ്യം പോലെ കഴിക്കാം, ഇഷ്ടം പോലെ കഴിക്കാം. അപ്പൊ ഇതെല്ലാം കൂടി ഇട്ട് വാറ്റിയെടുക്കുന്ന ചാരായം കഴിക്കുന്നില്ല കുഴപ്പം. അപ്പൊ ഷാർജ സത്യ ആരായി? അല്ല ശശേട്ടാ, ഞാൻ പറഞ്ഞത് അല്ല, ഏതൊക്കെ ബ്രാൻഡാ ശശേട്ടൻ കഴിക്കാറ് സാധാരണ? ഞാൻ 2 തരം ബ്രാൻഡ് അടിക്കും. 2 തരം ബ്രാൻഡ് അതൊന്ന് പറഞ്ഞേ. ഏറ്റവും കൂടിയ സാധനം ഷക്കീല. ഷക്കീല. രണ്ടാമത്തെ സാധനം ഉണ്ട്, അതേതാ? ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി. അത് കഴിച്ചാ എങ്ങനെ? മുഖ്യമന്ത്രി അടിച്ചിട്ട് നമ്മൾ 2 അടി മുന്നോട്ട് കിടക്കുമ്പോ പുറകെ നിർത്തം വന്ന് തലമണ്ട അടിച്ച് കീറിയാലും പ്രതികരണ ശേഷിയില്ല, മിണ്ടില്ല. കംപ്ലീറ്റ് അടിക്കും കൊണ്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ കഴിച്ച് വീട്ടിൽ പോകുമ്പോ രാത്രി ഇടവഴി കൂടെ ഒക്കെ പോകുമ്പോ വല്ല പാമ്പും കൊത്തില്ലേ ചേട്ടനെ? പൊന്നോനെ, ഫുൾ പാമ്പായിട്ടിരിക്കണ എന്നെ വേറെ ഏത് പാമ്പടാ കൊത്തുന്നത്? അനാവശ്യം സംസാരിക്കില്ല. അതില്ല, ചേട്ടന്റെ നെറ്റിയിലൊരു മുഴയുണ്ടല്ലോ, അതെങ്ങനെ കിട്ടിയതാ? എടാ, ഇന്ന് കൈരളിയിലെ പാജൻട്രി അല്ലേ? അതെ. അപ്പൊ ഞാൻ ഇങ്ങനെ പുറത്ത് ആനകളൊക്കെ നിർത്തിയിരുത്തിക്കല്ലേ. അപ്പൊ ഈ ആനപ്പുറത്ത് കയറി വന്നപ്പോ ആർച്ചിൽ തലയിടിച്ച് മുഴച്ച്. ആനപ്പുറത്ത് വരുമ്പോ ആർച്ച് കാണുമ്പോ ചേട്ടനൊന്നും കുനിയായിരുന്നില്ലേ? ഞാൻ കരുതി ആന കുനിയായിരിക്കും. നമ്മളെന്തിനാ വല്ലോന്റെ മുമ്പ് പോയി വെറുതെ കുനിയുന്നേ? കുനിയില്ല, അതുപോലത്തെ സാധനം വയറ്റി കിടക്കണേ. എന്താ മോനെ, ഇതെന്തിട്ട് അവിടെ മുളച്ചിരിക്കണ? പലതും മുഴച്ചിരിക്കുന്നു. ഇല്ല, അതിനെ കാണിച്ചു ഇതല്ലേ എപ്പോഴും കയ്യിൽ സ്റ്റോക്ക് അല്ലേ? പിന്നെ ഇതെല്ലാം നമ്മള് ഡൈല്യൂട്ട് ചെയ്ത് സാധനം ഇത് കുടിച്ച് അടിച്ചു പൊളിച്ച് നടക്കുക, പിന്നെ എങ്ങനെ നേരാവോ? ഇതൊരൽപ്പം കഴിച്ചു. ഇത് ഞാനാ? എനിക്ക് ശരിയല്ല, ഞാൻ കഴിക്കില്ല. പിന്നെ ഒരു ട്രൈ ചെയ്തു, ഒരൽപ്പം ലേശം ഞാൻ കഴിക്കണം. അല്പം കഴിച്ചു. ഞാൻ പറഞ്ഞുതരാം. അയ്യോ, അയ്യോ, ബന്ധു ഇവിടെ എല്ലാരും പറഞ്ഞു കിടക്കുന്നത് സസ്യം മദ്യപിച്ച് സൂചിച്ച് കിടക്കുന്നു. ഇത് കുടിക്കണേ പറഞ്ഞു ചെയ്ത്. അപ്പൊ ഞാൻ ആരായി? പിടിച്ചോ, എനിക്ക് വേണ്ട.
ഞാൻ പാട്ട് പാടുന്ന ആൾ, എനിക്കൊരു ഗാനമേള ഉണ്ട്. അതന്നെ ഇന്ന് മമ്മൂട്ടിയുടെ കൂടെയുള്ള പ്രോഗ്രാം ആയിരുന്നു. തൊണ്ടകൾ ഞാനും മമ്മൂട്ടിയുള്ള ബന്ധനം അറിയോ? ചേട്ടനും മമ്മൂട്ടിയായിട്ട് ബന്ധം? ആ ബന്ധം ഒന്ന് പറഞ്ഞൊന്ന് കേക്കട്ടെ. എടാ സസി പറഞ്ഞ മമ്മൂട്ടി അതാണ് നമ്മളെ ബന്ധം. അറിയോ? അല്ല ബന്ധം ശരിക്കും ഒന്നുകൂടെ പറഞ്ഞ. എടാ സാറിന്റെ സസി പറഞ്ഞ കരുന്ന മമ്മൂട്ടി അതാണ് നമ്മളെ ബന്ധം. മനസ്സിലായി, നല്ല ബന്ധാന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ അതെ, ഞാൻ പാട്ട് പാടാൻ പോട്ടെ, എനിക്ക് ഇവിടെ നിൽക്കാൻ സമയമില്ല. നീ ഇവിടെ സസി ഒരു പാട്ട് പാടും. ഏത് പാട്ടാണെന്ന് പറഞ്ഞാൽ നിന്നെ ജീവനും കൊണ്ടുപോവാ. എന്നോട് ഏത് പാട്ടാന്ന് വെച്ചാൽ പാടിക്കുക. അതെന്താന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതേത് പടത്തിലെന്ന് വരെ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കാണും. കട്ടൂറിനെ പോലെ സ്വപ്നന്റെ മൈഡ് പിന്നെ പറയാടാ. അല്ല ഒന്ന് വ്യക്തമായിട്ട് പാടിയേ. കട്ടൂറിനെ പോലെ സ്വപ്നന്റെ മൈഡ് പിന്നെ പറയാടാ. ഏത് ഭാഷ? ഒന്നുകൂടെ ഒരു വട്ടം കൂടി. കാട്ടൂറിനെ പോലെ സ്വപ്നന്റെ മൈഡ് പിന്നെ പിടികിട്ടി. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് നടക്കും പെണ്ണെ. അപ്പൊ നിനക്ക് അറിയാം, നീ സത്യ കൊച്ചാക്കിയതാണല്ലേ. അപ്പൊ നിന്റെ മുമ്പ് ഞാൻ ആരായി?